നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പണവും കടവും വരുത്തിവെക്കുന്ന ദുരന്തങ്ങൾ വർദ്ധിക്കുകയാണ്. പല മനുഷ്യരും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് നിവരാൻ സാധിക്കാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന വാർത്തകൾ വേദനാജനകമാണ്. ഇവിടെ കൊള്ളപ്പലിശക്കാരാണ് ഒരു യുവാവിന്റെ ആത്മഹത്യയ്ക്ക് കാരണമായത്. ഗുരുവായൂരിലാണ് സംഭവം. പലിശയ്ക്ക് പണമെടുത്തതിന്റെ ഇരട്ടിയിലധികം പണവും സ്ഥലവും നൽകിയിട്ടും പലിശക്കാരന്റെ ഭീഷണിയും മർദ്ദനവും ഏറ്റുവാങ്ങിയാണ് ഒടുവിൽ യുവാവ് ആത്മഹത്യ തെരഞ്ഞെടുത്തത് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഗുരുവായൂർ കാവീട് സ്വദേശി മേഖണ്ഡനകത്ത് വീട്ടിൽ 47 വയസ്സുള്ള മുത്തു മുസ്തഫയുടെ ആത്മഹത്യയാണ് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്നാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയത്. ഈ മാസം 10-ന് കർണംകോട്ടുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മുസ്തഫയെ കണ്ടെത്തിയത്. ഗുരുവായൂരിൽ കിഴക്കേനടയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ചായക്കട നടത്തുന്ന മുസ്തഫ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നതായി പറയുന്നു. വ്യാപാരിയായ മുസ്തഫയ്ക്ക് കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്നും കുടുംബം ആരോപിച്ചു. മൃതദേഹത്തിനരികിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. 6 ലക്ഷം രൂപ കടം വാങ്ങിയതിന് 40 ലക്ഷത്തോളം രൂപ പലിശക്കാർ വാങ്ങിയെന്നും സ്ഥലവും ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയെന്നും കുറിപ്പിൽ പറയുന്നു. കൂടാതെ പലിശക്കാർ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് മർദ്ദിച്ചെന്നും ആരോപണമുണ്ട്. പണം നൽകിയത് 20% മാസപ്പലിശയ്ക്കായിരുന്നു. വാങ്ങിയ പണത്തിന്റെ 4 ഇരട്ടിയിലധികം പണം നൽകിയിട്ടും ഭീഷണി തുടർന്നെന്നും സഹികെട്ട് ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും കുടുംബം ആരോപിച്ചു. ഇനി ഒരാൾക്കും ഈയൊരവസ്ഥ ഉണ്ടാകരുതെന്ന് മുസ്തഫയുടെ സഹോദരൻ അലി പറഞ്ഞു. സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മുസ്തഫയുടെ കുടുംബം വീണ്ടും ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തിലെ 1-ാം പ്രതിയുടെ അടച്ചിട്ടിരുന്ന വീടിന്റെ പൂട്ട് തകർത്ത് പോലീസ് അകത്ത് കയറി പരിശോധന നടത്തി. നെന്മിനി തൈവളപ്പിൽ പ്രഗിലേഷിന്റെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. പ്രഗിലേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനെ തുടർന്ന് കോടതിയിൽ നിന്ന് പ്രത്യേകം അനുമതി വാങ്ങിയ ശേഷം ആശാരിയെ കൊണ്ടുവന്ന പൂട്ട് പൊളിച്ചാണ് പോലീസ് അകത്ത് കയറിയത്. വാർഡ് കൌൺസിലർ KPA റഷീദ്, അയൽവാസി ഏറത്ത് രാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. മുസ്തഫയുടെ സ്ഥലത്തിന്റെ കരം അടച്ച രസീത് അടക്കമുള്ള രേഖകൾ പോലീസ് കണ്ടെടുത്തു. പണമിടപാടുമായി ബന്ധപ്പെട്ട് ഇയാൾ പലരെയും ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. വിശദമോഹനം ഈ ഇരട്ടിപ്പലിശ എന്ന് പറഞ്ഞ സംഭവം കച്ചവട സംബന്ധമായി ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഈ പരാതി പറഞ്ഞിട്ടുള്ള മരിച്ച മുന്നേ എഴുതി വെച്ചതിലുണ്ട് 2 പേര് മർദ്ദനവും ഭീഷണിയും എല്ലാം ഉണ്ട്. കടയിൽ വന്നിട്ടടക്കം വിഷയം ഉണ്ടാക്കുക, കച്ചവട പൈസ എടുത്തുകൊണ്ടുപോലെ വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് വിളിച്ചു വരുത്തി ഈ പ്രഗലേഷ് എന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കൊണ്ടുപോയി അടിക്കുക അടക്കമുണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ഭീഷണി നേരിട്ടുണ്ട്. പിന്നെ സ്വർണ്ണമായിട്ടും ജ്യേഷ്ഠൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു, അതടക്കം ഈ പലിശക്കാരൻ്റെ ഭാര്യയുടെ പേരിൽ നിർബന്ധിച്ച് ഗുണ്ടായുസം കാട്ടിയിട്ടാണ് അത് എഴുതി മേടിച്ചുള്ളത്. എല്ലാം സ്വത്തും എല്ലാം പോയിട്ട് ഇപ്പോഴും ബാധ്യതയാണ്. അപ്പോൾ അതൊറ്റ ഈ 2 പേര്, ഒരു ചുവലൂർപ്പടി സ്വദേശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുടെ പേര്, പിന്നെ ഈ തൈവളപ്പിൽ പ്രഗലേഷ്, ഈ 2 പേരുടെ പീഡനം, ഉപദ്രവം, ദേഹോപദ്രവം അടക്കം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒറ്റ ഇതിലാണ് എൻ്റെയൊക്കെ മരണപ്പെട്ടുള്ളത്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടുത്തെ ഒരു കച്ചവടക്കാർക്കും ഉണ്ടാവരുത്, അതാണ് നമ്മുടെ ഉദ്ദേശം. പോയതിന് എന്തായാലും തിരിച്ചു കിട്ടില്ല. ഇനി അങ്ങനെ ഒരു മരണം ഗുരുവായൂർ ഉണ്ടാകാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിന് ശക്തമായിട്ട് നിൽക്കുന്നത്. സംഭവത്തിൽ പലിശക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട മുസ്തഫയുടെ കുടുംബം വീണ്ടും കൊള്ളപ്പലിശക്കാരുടെ ഭീഷണി മൂലം മരണപ്പെടുന്ന ആദ്യ സംഭവമല്ല ഇത്. മുമ്പും സമാനമായ കേസുകൾ ഉണ്ടായിട്ടും അമിത പലിശ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ളവ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് പോലീസിനും നാണക്കേടാണ്. ആദ്യം പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് പോലീസ് മുഖവിലയ്ക്ക് എടുത്തില്ല എന്നത് ചോദ്യമാണ്. ഒടുവിൽ ഒരു ജീവൻ പൊലിഞ്ഞപ്പോഴാണോ പോലീസിന് നടപടിയെടുക്കാം എന്ന് തോന്നിയത്? കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ ഇനിയും കുടുംബങ്ങൾ ഇല്ലാതാകരുത്. അതിനായി നിയമ നടപടികൾ ഉണ്ടായേ പറ്റൂ. സഹജീവി സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഉണ്ടാകേണ്ട ഒരു നന്മയാണ്. ഒരു കുടുംബത്തിലെ 2 കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാനായി കാരുണ്യയാത്രയിലൂടെ പണം സ്വരൂപിച്ച് നൽകാൻ കാണിച്ച പ്രവർത്തനം മാതൃകാപരമാണ്. വലിയ തുക വേണ്ടിവരുന്ന ചികിത്സയ്ക്ക് ഒരുപാട് പേർ കൈകോർക്കുകയാണ് ഇവിടെ. കാണാം നന്മയുടെ നല്ല വാർത്ത. കുരുന്നുകളുടെ ചികിത്സയ്ക്കായാണ് സ്വകാര്യ ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത്. മജ്ജ മാറ്റിവയ്ക്കൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന സഹോദരങ്ങളുടെ ചികിത്സയുടെ ധനസമാഹരണത്തിനായി കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്.
ചൊവ്വന്നൂർ ചെമ്മന്തിട്ട കാളിയടത്ത് വീട്ടിൽ മനോജ് സുധ ദമ്പതികളുടെ മക്കളായ 11 വയസ്സുള്ള അവനികയും 7 വയസ്സുള്ള ആയുഷുമാണ് അസുഖബാധിതരായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അവനിക ചൂണ്ടൽ സ്കൂളിലും ആയുഷ് മരത്തംകോട് സ്കൂളിലുമാണ് പഠിക്കുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്കായി 1.20 കോടി രൂപ ചിലവ് വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സാധാരണ ജീവിതം നയിക്കുന്ന ഈ കുടുംബത്തിന് ആശുപത്രി ചിലവ് താങ്ങാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ്. ഈ സാഹചര്യത്തിലാണ് KBTA ചികിത്സാ സഹായത്തിനായി കാരുണ്യയാത്ര നടത്തിയത്. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ KBTA രക്ഷാധികാരി M. ബാലാജി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 7 ലക്ഷത്തോളം രൂപ കാരുണ്യയാത്രയിലൂടെ സമാഹരിക്കാനായി. ഈ പണം കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി കൈമാറും. സാമ്പത്തികമായും ആരോഗ്യപരമായും തളർന്ന കുടുംബത്തിനെ ചേർത്ത് പിടിക്കുകയാണ് ഇവിടെ ഒരു കൂട്ടം ആളുകൾ. 2 കുഞ്ഞു ജീവനുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചും പണം സ്വരൂപിക്കുന്നുണ്ട്. വലിയൊരു തുകയായതിനാൽ ഓരോരുത്തരും നൽകുന്ന ചെറിയ തുക പോലും ഇവർക്ക് ആശ്വാസമാണ്. നന്മയുള്ളവരുടെ തുടർ സഹായവും ഈ കുരുന്നുകൾക്കുണ്ടാകട്ടെ. അങ്ങനെ എളവള്ളി പഞ്ചായത്തിൽ 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജിയോ ഫോക്സ് രാജിവെച്ചു. പാർട്ടിയിൽ നിന്നും തനിക്ക് കടുത്ത അവഗണന നേരിട്ടു എന്നാണ് ജിയോ ഫോക്സ് പറയുന്നത്. 5 വർഷക്കാലം പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ജില്ലാ സംസ്ഥാന അവാർഡുകൾ വാങ്ങാൻ പ്രാപ്തമാക്കുകയും ചെയ്തിട്ടും അതൊന്നും അംഗീകരിക്കാത്ത നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത് എന്നാണ് ജിയോ ഫോക്സിന്റെ ആരോപണം. വികസന സദസ്സിൽ നിന്നുപോലും തന്നെ മാറ്റി നിർത്തിയതും ജിയോ ഫോക്സിനെ വല്ലാതങ്ങ് ചൂടിപ്പിച്ചു. ഒടുവിൽ മാതൃസംഘടനയിലേക്ക് തന്നെ തിരിച്ചുകയറി. CPIM വികസന വിരുദ്ധരെന്ന് ജിയോ ഫോക്സ് പറയുന്നു. പാർട്ടിയിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായതെന്നും രാജി സമർപ്പിച്ച ശേഷം ജിയോ ഫോക്സ് പറഞ്ഞു. 5 വർഷക്കാലമായി CPMന്റെ ഒരു പ്രവർത്തകനായി മുന്നോട്ടു പോവുകയായിരുന്നു. നിരവധിയായിട്ടുള്ള മേഖലകളിൽ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചതിന്റെ ഭാഗമായി അതെല്ലാം കൃത്യതയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ചെയ്തു തീർക്കാനായിട്ടുള്ള ശ്രമം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 61 വർഷക്കാലമായി CPM ഭരിക്കുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടേറെ വ്യത്യസ്തമായതും നൂതനമായിട്ടുള്ള പദ്ധതികൾ ഭരണസമിതി കൊണ്ടുവന്നു. 200 കോടി രൂപയുടെ അടുത്ത് വരുന്ന സംഖ്യ ചെലവഴിച്ചുകൊണ്ട് വ്യത്യസ്തമായ പദ്ധതികൾ കൈവരിക്കാൻ സാധിച്ചു. ഒരു വലിയ ജനകീയ അടിത്തറ ഈ ഭരണസമിതിയുടെ ഭാഗമായി ഉണ്ടായെന്നും ജിയോ ഫോക്സ് പറഞ്ഞു. ഒരു ജനകീയനെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെടുന്നത്. അത്തരത്തിലൊരു അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് വലിയ അവഗണന നേരിട്ടത്. 1 വർഷക്കാലമായി എന്നെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വലിയ വികസനം നടത്തിയ ഈ എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും അവഗണിക്കുന്ന തരത്തിലേക്കുള്ള CPMന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്. മാത്രമല്ല, ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMന് സാധ്യമല്ല എന്നു തിരിച്ചറിവും കൂടിയാണ് ഞാൻ എന്റെ മാതൃസംഘടനയിലേക്ക് പോകുന്നത്. നേതൃത്വത്തിന് മുകളിൽ പോകാൻ ഒരു ജനകീയരെയും സമ്മതിക്കാത്ത CPMൽ അസ്വസ്ഥത രൂപപ്പെട്ടതിന്റെ ഭാഗമായി തനിക്ക് വലിയ അവഗണന നേരിടേണ്ടി വന്നു. ഇത്രയും വലിയ വികസനം നടത്തിയ പഞ്ചായത്തിന്റെ ഒരു വികസന മുന്നേറ്റ ജാഥയിൽ പോലും തന്നെ അവഗണിച്ചു. നാട്ടിലെ ജനങ്ങൾക്ക് വികസനം നടപ്പിലാക്കണമെങ്കിൽ CPMനെ കൊണ്ട് സാധ്യമല്ല എന്ന തിരിച്ചറിവാണ് മാതൃസംഘടനയിലേക്ക് പോകാൻ കാരണമെന്നും കോൺഗ്രസ് രക്തമുള്ള താൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു മാറ്റമുണ്ടായതെന്നും ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ജിയോ ഫോക്സ് കൂട്ടിച്ചേർത്തു. അതേസമയം CPIMനും ഇതേക്കുറിച്ച് പറയാനുണ്ട്. ഇതൊന്നുമല്ല കാരണമെന്നാണ് ഇടതുപക്ഷ നേതൃത്വം പറയുന്നത്. എളവള്ളിയിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് ഇടതുമുന്നണിയുടെ ഭരണസമിതിയാണെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ പറഞ്ഞു. നിലവിൽ പ്രസിഡന്റായിരുന്ന ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് ഒരു അഭിമുഖം കൊടുക്കുക. അതിനാണ് അദ്ദേഹം CPM വിട്ട് മറ്റു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിച്ചത്. അത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചാണ് അത്തരത്തിലൊരു സമീപനം എടുത്തത്. ആ കാര്യം പാർട്ടി ലോക്കൽ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും അതിന് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അംഗീകാരം കൊടുത്തു. പാർട്ടി ജില്ലാ കമ്മിറ്റി ആ സ്റ്റേറ്റ്മെന്റ് പരസ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഉണ്ടായ കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIMും അവർ എടുക്കുന്ന ഘടകമെടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഭരണസമിതി എന്ന നിലയിൽ ഏതൊരു ഭരണസമിതിയുടെയും ഉത്തരവാദിത്വം. അത് വ്യക്തിപരമായ ഒരു കഴിവായിട്ട് പാർട്ടി കാണുന്നില്ല. ചെയ്തിട്ടുണ്ടോന്നുള്ള അത് വരും, പക്ഷെ പാർട്ടി കാണുന്നില്ല. അത് പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എളവള്ളിയിൽ നടന്നത്. വ്യക്തിപരമായ വികസനങ്ങൾക്കല്ല സ്ഥാനം പാർട്ടിക്കാണ്. പാർട്ടി എന്ന രീതിയിൽ ഒരാളെയും പുറത്താക്കാനോ ഒഴിവാക്കാനോ ശ്രമം ഉണ്ടായിട്ടില്ല.
അധികാരദുരമൂത്ത നിലവിലെ പ്രസിഡന്റ് സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാണ് പുറത്തായതെന്നും ഹരിദാസൻ പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ യൂട്യൂബ് ചാനലിന് അഭിമുഖം കൊടുത്താണ് ഇയാൾ CPM വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ട കാര്യം സൂചിപ്പിക്കുന്നത്. ഇത്തരം നടപടി ഈ പാർട്ടിക്കകത്തില്ല. ഒരു ലോക്കൽ കമ്മിറ്റി അംഗമെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം ലംഘിച്ചായിരുന്നു ആ അഭിമുഖം. തുടർന്നായിരുന്നു അനിവാര്യമായ അച്ചടക്ക നടപടിയുണ്ടായത് എന്നും TV ഹരിദാസൻ പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ഇരു മുന്നണികൾക്കും ചുവടുമാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. എളവള്ളി പഞ്ചായത്ത് രൂപീകൃതമായതു മുതൽ ഇടതുപക്ഷം തന്നെയാണ് ഭരണം. ഇനിയും അത് തുടർന്നുകൊണ്ടുപോകുമെന്നാണ് CPIMന്റെ ആത്മവിശ്വാസം. എന്നാൽ ഈ സംഭവത്തിലൂടെ വർഷങ്ങളായി തുടരുന്ന ഇടതുപക്ഷ ഭരണം അവസാനിപ്പിക്കാമെന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനുമുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ കള്ളത്തരം കാട്ടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ പലനാൾ കള്ളൻ ഒരു നാൾ കുടുങ്ങുമെന്നാണല്ലോ ചൊല്ല്. അങ്ങനെ കള്ളത്തരം കയ്യോടെ പൊക്കി കള്ളനോട്ട് സ്വന്തമായി അടിച്ചുണ്ടാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കി രക്ഷപ്പെടാമെന്നായിരുന്നു പ്രതികൾ കരുതിയത്. എന്നാൽ പെട്രോൾ ജീവനക്കാരിക്കടുത്ത് നോട്ട് കൊടുത്തപ്പോൾ പിടിക്കപ്പെടുമെന്ന് കരുതിയില്ല. കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ രണ്ടാം പ്രതിയായ യുവതിയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒന്നാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ 31 വയസ്സുള്ള ജാബിറിന്റെ സഹോദരന്റെ ഭാര്യയായ മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പമ്പിൽ പെട്രോൾ അടിക്കാനെത്തിയ ഷാന 500ന്റെ നോട്ട് നൽകുകയും ഇത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പിന്നീട് പോലീസ് നോട്ട് നൽകിയ ആളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി. ബുധനാഴ്ച വൈകിട്ടോടെ ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാപകമായ രീതിയിൽ കള്ളനോട്ട് പിടികൂടാനായി. 500, 200, 100 രൂപകളുടെ കള്ളനോട്ടുകളാണ് A4 ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ കളർ പ്രിന്റായി എടുത്തിരുന്നത്. 40,000-ഓളം രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തി. ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്നാം പ്രതി ജാബിർ ഒളിവിലാണ്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വിദേശത്തായിരുന്ന ഇയാൾ 6 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. കള്ളനോട്ട് ബാങ്കിലല്ലാതെ മറ്റുള്ളയിടത്ത് കൊടുക്കുമ്പോൾ തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രതികൾ പെട്രോൾ പമ്പുകളിലും മറ്റും കള്ളനോട്ട് കൊടുത്ത് രക്ഷപ്പെടുകയായിരുന്നു പതിവ്. പെട്രോൾ പമ്പ് ജീവനക്കാരിക്ക് ഇരിക്കട്ടെ നല്ലൊരു കയ്യടി. നോട്ട് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലാക്കി. മാത്രമല്ല കയ്യോടെ വാഹനത്തിന്റെ നമ്പർ വരെ നോട്ട് ചെയ്ത് അത് അറിയിക്കേണ്ടവരെ അറിയിച്ചു. അതുകൊണ്ട് കുറച്ചു നാളായി നടത്തിവരുന്ന കള്ളത്തരവും അങ്ങ് പൊളിഞ്ഞു. വ്യാജരേഖ ചമച്ച് ജനപ്രതിനിധികൾ തന്നെ തിരിമറി നടത്തുന്നതായി ആരോപണം ഉയർന്നിരിക്കുന്നത് ചാവക്കാട് നിന്നാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്താണ് ജനപ്രതിനിധികൾക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. അതിനുള്ള കൃത്യമായ കാരണങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. കാണാം. വ്യാജരേഖ ചമച്ച് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 3.75 ലക്ഷം രൂപയുടെ സബ്സിഡി തുക തട്ടിയെടുത്തതായി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2 വനിതാ ജനപ്രതിനിധികളാണ് തുക തിരിമറി നടത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം. ഇവരിൽ ഒരാൾ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മറ്റൊരാൾ പുന്നയൂർ പഞ്ചായത്ത് അംഗവുമാണ്. 2024-25 സാമ്പത്തിക വർഷം വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്റെ ഭാഗമായാണ് ആരോപണ വിധേയരായ 2 ജനപ്രതിനിധികൾ അംഗമായ ഗ്രൂപ്പിന് തുക അനുവദിച്ചത്. കേരള ബാങ്ക് എടക്കര ബ്രാഞ്ചിന്റെ സഹായത്തോടെ 5 ലക്ഷം രൂപയാണ് വായ്പ അനുവദിച്ചത്. ഇതിൽ 3.75 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് സബ്സിഡി നൽകിയത്. സ്ഥാപനത്തെക്കുറിച്ച് ആക്ഷേപങ്ങൾ ഉയർന്നതോടെ ബ്ലോക്ക് സെക്രട്ടറിയും വ്യവസായ ഓഫീസറും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ നമ്പർ പോലും ഇല്ലാത്ത ഒരു ഷെഡിൽ പഴയ 2 കമ്പ്യൂട്ടറുകളും ഒരു മോണിറ്ററും മാത്രമാണ് കണ്ടത്. സ്ഥാപനം പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് സമർപ്പിച്ച ഒരു സ്ഥാപനത്തിന്റെ ബില്ലിൽ പുതിയ 4 കമ്പ്യൂട്ടറുകൾ വാങ്ങിയതായുള്ള വ്യാജരേഖയാണ് കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നു. പദ്ധതി നടത്തിപ്പിനായി ഒരു സംവിധാനവും ചെയ്യാതെ 2 ജനപ്രതിനിധികളും ചേർന്ന് പണം തട്ടിയെന്നാണ് പരാതി. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നടത്താൻ നിരവധി തവണ ബ്ലോക്ക് പ്രസിഡന്റ് ആവശ്യപ്പെട്ടെങ്കിലും ബ്ലോക്ക് അംഗം ഒഴിഞ്ഞുമാറിയെന്ന് പറയുന്നു. സബ്സിഡി തുക തിരിച്ചുപിടിക്കാനും ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും പോലീസിനും പരാതി നൽകാനും തീരുമാനിച്ചതായി ബ്ലോക്ക് പ്രസിഡന്റ് അറിയിച്ചു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ 2 ജനപ്രതിനിധികളെയും അയോഗ്യരാക്കണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വനിതാ ജനപ്രതിനിധികളാണ് ആരോപണ വിധേയർ. സ്വയം തൊഴിൽ സംരംഭത്തിന്റെ പേരിലാണ് തട്ടിപ്പെന്നും പറയുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആരോപണത്തിന് മറുപടി പറയേണ്ട ചുമതലയും ജനപ്രതിനിധികൾക്കുണ്ട്. ആരോപണത്തിലെ സത്യാവസ്ഥ അറിയാൻ ജനങ്ങൾക്കും അവകാശമുണ്ടല്ലോ.
റോഡിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ സർക്കസ് അറിഞ്ഞിരിക്കണം. അതാണ് ഇപ്പോഴത്തെ റോഡുകളുടെ ഒരവസ്ഥ. കുണ്ടും കുഴിയും പോരാഞ്ഞ നിമിഷനേരം കൊണ്ട് ഗർത്തങ്ങൾ രൂപപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. യാത്രികർ ഇതെല്ലാം കണ്ട് സഹിച്ച് യാത്ര തുടരുക എന്നല്ലാതെ എന്തു ചെയ്യാൻ? യാത്രികർക്ക് ഭീഷണിയായി റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ചൂണ്ടൽ പഞ്ചായത്തിലെ 8ാം വാർഡിൽ ഉൾപ്പെടുന്ന മണലി കനാൽ റോഡിലാണ് 3 അടിയിലേറെ താഴ്ചയുള്ള വൻ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് റോഡിന്റെ വശത്തായി ചെറിയ കുഴി ആദ്യം രൂപപ്പെട്ടത്. ഞായറാഴ്ച രാവിലെ കുഴിയുടെ ആഴവും വ്യാപ്തിയും കൂടുകയായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഗർത്തത്തിൽ വലുപ്പം കൂടുന്ന സ്ഥിതിയുണ്ടായതോടെ സമീപത്തെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പഞ്ചായത്ത് അംഗം TP പ്രജീഷിനോടും പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനോടും വിവരം അറിയിച്ചുവെങ്കിലും ജനപ്രതിനിധികളോ ഉദ്യോഗസ്ഥരോ ഈ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സമീപത്തെ പറമ്പിൽ നിന്നും മുള്ളൻ പന്നി തുരന്നു വന്നതിനെ തുടർന്നാണ് ഗർത്തം രൂപപ്പെട്ടത് എന്നാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ റോഡിന്റെ മറ്റു ഭാഗങ്ങൾ കൂടി അടുത്ത ദിവസങ്ങളിൽ തകരുമെന്ന ആശങ്കയുമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും കടന്നുപോകുന്ന റോഡിലാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ഈ റോഡിൽ നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് വാഹനങ്ങൾക്ക് കടന്നുവരാൻ കഴിയാത്ത സ്ഥിതിവിശേഷവുമുണ്ട്. കുഴി അടയ്ക്കാൻ അധികാരികളുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് കാരണമായേക്കുമെന്ന ഭീതിയും പ്രദേശവാസികൾക്കുണ്ട്. തുടക്കത്തിലെ പരിഹരിച്ചാൽ വലിയ അപകടമില്ലാതെ മുന്നോട്ടു പോകാം. എന്നാൽ കണ്ടവർ അറിയാത്ത ഭാവത്തിൽ നടന്നാൽ പിന്നീട് വരുന്ന വലിയ അപകടത്തിന് സമാധാനം പറയാനുള്ള ബാധ്യത കൂടി ഏറ്റെടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് തുലാവർഷം കൂടി ശക്തി പ്രാപിച്ചതോടെ വെള്ളം നിറഞ്ഞാൽ കുഴി കാണാത്ത അവസ്ഥ അപകടക്കെണി ഇരട്ടിയാക്കും. അതും കൂടി ഓർമ്മിച്ചാൽ നല്ലത്. വാർത്തയും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.